ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം മഴ തുടങ്ങിയില്ലേ, എല്ലായിടവും വെള്ളം കിട്ടി. നമ്മുടെ കിണറ്റിലും വെള്ളം കുറവായിരുന്നു, ഇപ്പം എന്തായാലും വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേനൽ മഴയോടൊപ്പം എനിക്ക് തോന്നുന്നു മൺസൂണും കയറി വന്നെന്ന് തോന്നുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മഴയുണ്ട്. അപ്പം ഞാൻ പുട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പുട്ടെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് പുട്ട് കേട്ടോ. നമുക്ക് ഏത് അരിപ്പൊടി കൊണ്ടും വേണമെങ്കിലും ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാം. പിന്നെ പുട്ടുപൊടിയുടെ പൊടി കൊണ്ടും ഇതേപോലെ തയ്യാറാക്കിയാൽ നമ്മൾ സാധാ തയ്യാറാക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെക്കുവാണേ. നമ്മുടെ 1.5 ഗ്ലാസ് പുട്ടുപൊടിക്കാണ് 1 ഗ്ലാസ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്നങ്ങ് വറ്റിപ്പോയിട്ട് മാവ് ചിലപ്പം കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ മാവ് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്ത അരിപ്പൊടിയാണ് എങ്കിൽ തന്നെയും ഇതേപോലെ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുട്ടിന് നല്ല ടേസ്റ്റ് ആട്ടോ. മാവ് വറുത്ത ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെള്ളം ചെറുതായിട്ട് തളിച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലായിടും നനച്ചെടുക്കാം. കാരണം 1.5 ഗ്ലാസ് മാവ് ഞാൻ എടുത്തിരിക്കുന്നതിൽ 1 ഗ്ലാസ് വെള്ളമൊന്നും എല്ലായിടവും നനയത്തില്ല. കാരണം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ കിണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിലായി പോകും, പുട്ടിൻ്റെ പരുവത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇതുപോലെ കിണ്ടി എടുക്കുന്നത്. അപ്പം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം തളിച്ചിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് മിക്സാക്കിയിട്ട് പിന്നെ അതും തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് വെള്ളം കുടഞ്ഞ് ഇതേപോലെ മിക്സാക്കി എടുക്കാം. ഇത് കാണുമ്പോൾ വലിയ പണിയാണെന്ന് തോന്നും, പക്ഷേ എളുപ്പമാണ് കേട്ടോ. സംഗതി എളുപ്പമാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വലിയ ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നതാണ്, പക്ഷേ എളുപ്പമാണ് കേട്ടോ സംഭവം. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഒന്ന് കറക്കിയെടുക്കുമ്പം കറക്റ്റ് നമ്മുടെ പുട്ടിനുള്ള പരുവത്തിലായി കേട്ടോ. അപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പകുതി അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിറച്ചിടരുത്. നിറച്ചിട്ട് കഴിഞ്ഞാൽ പുട്ട് ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ജാറിൻ്റെ ആ പകുതിയിൽ താഴെ മാത്രം ഭാഗം മാവിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ആ പൾസിലുണ്ടല്ലോ, പൾസിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ പുട്ടിൻ്റെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ എനിക്കിവിടെ ഉള്ളത് സാധാ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റി കേട്ടോ. അത് നീളമുള്ള സൈസല്ല, ചിരട്ടയുടെ വലിപ്പത്തിലുള്ള കുറ്റിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടാണ് ഞാൻ പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കത്തില്ല എൻ്റെ പുറത്ത് കേട്ടോ. എനിക്ക് ഒരുപാട് തേങ്ങ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആദ്യം ഇടുന്ന തേങ്ങ മാത്രമേ ഉള്ളൂ, പിന്നെ ഇട്ട് കൊടുക്കത്തില്ല. ഇനി മൂടി വെച്ചടച്ച് നമുക്കിനി വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഒന്നും നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പുട്ടെടുക്കാം. കാരണം നമ്മൾ ആദ്യം ഒന്ന് കിണ്ടി എടുത്തതാണ്, മാവ് ഒന്ന് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് നേരം നമുക്ക് കുറ്റിയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോയത്. അപ്പോൾ ഓക്കെ, താങ്ക്